നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയിൽ കനകോലു തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ഗംഭീരമായി മുന്നോട്ട് പോവുകയായിരുന്നു UDF, വി.ഡി. സതീശനും KC വേണുഗോപാലും സംഘവും. അങ്ങനെ പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ചർച്ച സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അനുകൂലം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ചർച്ചകളിലേക്ക് വഴിമാറിയത്. അതോടെ CPM-ഉം LDF-ഉം ആഗ്രഹിക്കുന്ന പോലെ വികസനം ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. ഇതോടെ കനകോലുവിന് വീണ്ടും ഇടപെടേണ്ടി വന്നു. പക്ഷേ ഇടപെടൽ അങ്ങ് എഫക്റ്റ് ചെയ്തില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒടുവിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന അടിയിലേക്ക് വരെ എത്തി. എന്നാൽ അതിന് ഒരു മർമ്മം അറിഞ്ഞ് അടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടാണ് സതീശനും കൂട്ടരും പുതിയൊരു തന്ത്രം പയറ്റിയത്. അത് ഡീൽ ആരോപണങ്ങളാണ്. മാധ്യമങ്ങളുടെയും സമ്പൂർണ്ണമായ പിന്തുണയിൽ CPM-ഉം BJP-യും ഡീലാണ് എന്ന പഴയ ജമാഅത്തെ ഇസ്ലാമി മീഡിയ വൺ തന്ത്രം ഇവിടെ പയറ്റിയത്. തൃശ്ശൂരിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. തൃശ്ശൂർ UDF-ൻ്റെ വോട്ട് അടപടലം സുരേഷ് ഗോപിയിലേക്ക് പോയി. സുരേഷ് ഗോപി ജയിച്ചു വന്നിട്ട് ആഖ്യാനം മൂന്നാമത് പോയ മുരളീധരൻ അവിടെ നിന്ന് പുല്ലും പറിച്ച് ഓടിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. രണ്ടാമതെത്തിയ VS സുനിൽകുമാറും സുരേഷ് ഗോപിയുടെ വോട്ടും തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെ സംഭവിച്ചു, മുരളിക്ക് കിട്ടിയ വോട്ട് എന്താണ്, ഏത് വോട്ടാണ് മറിഞ്ഞത് എന്നൊക്കെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ആ തന്ത്രം, അതൊക്കെ CPM ഡീലാണ് എന്ന് പറയുന്ന തന്ത്രം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രധാനപ്പെട്ടൊരു മാർഗമായി മാറിയത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച ഡീൽ സിദ്ധാന്തത്തിന് എതിരെ വലിയൊരു ആഘാതം ഏറ്റു എന്നുള്ളതാണ്. ഡീല് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വിശ്വസനീയതയുള്ള നേതാക്കളെ തന്നെ രംഗത്തിറക്കി പ്രതിപക്ഷം. അത് ഒന്നാമത് രാഹുൽ ഗാന്ധിയെ ഇറക്കി, രണ്ടാമത് മല്ലികാർജ്ജുൻ ഖാർഗെ, AICC-യുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്നെ രംഗത്തിറക്കി. രാഹുൽ ഗാന്ധി അന്ന് വന്ന് ഡീല് ആരോപണമൊക്കെ ഉന്നയിച്ചിട്ട് പോയതാണ്. അതുവഴി പിന്നെ തിരിച്ചു വരണ്ടാത്ത വിധം മൂപ്പര് പോയതാണ്. എന്നാൽ ഇത്തവണ മൂപ്പർക്ക് വരാൻ അത്ര ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഖാർഗെയാണ് പറഞ്ഞയച്ചത്. ഖാർഗെയുടെയും കട്ടപ്പുകയായ കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഖാർഗെ വന്ന് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പറഞ്ഞതെല്ലാം മൂപ്പരുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ച അസാധാരണമായി കണ്ടു. ദേശീയ തലത്തിലെ വിശ്വാസ്യത മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന, ഒറ്റ പ്രയോഗത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും V.D. സതീശനും 3 പേർക്ക് ഈ ഡീൽ ആരോപണത്തിലുണ്ടായ നഷ്ടം ചില്ലറയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആ നഷ്ടത്തിൻ്റെ തോത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് V.D. സതീശനിൽ നിന്ന് തുടങ്ങാം. V.D. സതീശൻ ഡീൽ എന്നത് മുഖ്യധാര ചർച്ചയിലേക്കുള്ള പ്രധാനപ്പെട്ട വിഭവമാക്കാൻ ശ്രമിച്ചു. മാധ്യമങ്ങളെ, മുഖ്യധാര ചാനലുകൾ അടക്കം നിരന്തരം പറഞ്ഞു. ഒടുവിൽ ഭരണപക്ഷവും അതിൽ കയറി കൊത്തി. ആ കൊത്ത് പിണറായി വിജയൻ ഇട്ട ഒരു കുരുക്കിൽ നിന്നാണ്. പഴയൊരു വിളക്ക് കൊളുത്തൽ പരിപാടിയാണ്. പിണറായി വിജയൻ ചോദിച്ച ഒരു സുപ്രധാനമായ ചോദ്യം, പ്രതിപക്ഷം നിരന്തരം പിണറായി വിജയൻ ജയിച്ചത് BJP വോട്ട് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന പതിവ് ആഖ്യാനത്തിന് അപ്പുറത്തേക്ക് സ്പെസിഫിക് ആയ ഒരു ചോദ്യം പിണറായി ഇന്ന് ചോദിച്ചു. സാധാരണ അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുക. ഇത്തവണ അതൊരു കുരുക്കായി മാറാനുള്ള ഒരു കാരണം പിണറായിയുടെ ആ ചോദ്യമാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് രാഹുലിൻ്റെ ജാതകം നോക്കി തുടങ്ങാം. പിണറായി ചോദിക്കുന്നു, 2006-ൽ പറവൂരിൽ RSS നടത്തിയ ഗോൾവാക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീൽ ആയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ വ്യക്തമാക്കണം. ഈ പരിപാടിയെപ്പറ്റി ചോദിക്കുമ്പോൾ 2013-ലെ മറ്റൊരു പരിപാടിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്ഥിരമായി രക്ഷപ്പെടുകയാണ് അദ്ദേഹം. 2006-ലെ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ V.D. സതീശൻ്റെ മറുപടി എന്താണ് എന്നറിയാൻ മതനിരപേക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. RSS-ന്റെ 2ാം സർസംഘചാലകും ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നയാളുമായ ഗോൾവാൾക്കറെ പൂവിട്ടു പൂജിക്കാൻ V.D. സതീശൻ കണ്ടെത്തിയ സമയവും പ്രധാനമാണ്. 2006 ഫെബ്രുവരി പറവൂർ മനക്കപ്പടി സ്കൂളിൽ ആണ് പരിപാടി നടന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2001-ലെയും 2006-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ V.D. സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് 2022-ലാണ്. ഈ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് ഇതുവരെയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ഗോൾവാൾക്കർ പൂജ എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. 2006-ൽ പറവൂരിലെ ഡീൽ എന്തായിരുന്നുവെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ സ്ട്രെയിറ്റ് ആയ ഒരു ചോദ്യം ഇന്ന് ഉന്നയിച്ചു. ആ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ V.D. സതീശൻ കുരുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ചോദ്യത്തിനൊഴികെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിന് മറുപടിയായി V.D. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായി RSS ഏജൻ്റാണ്, RSS-നെ പ്രതിരോധിച്ചത് CPM ആണ് എന്ന വാദം വ്യർത്ഥമാണ്, ശരിയല്ല. ശ്രീഎമ്മിൻ്റെ ചർച്ച, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ്, സതീശനും ഒപ്പം നിരന്തരം ഉന്നയിച്ചു കൊണ്ടുവന്നിരുന്ന നറേറ്റീവുകളെല്ലാം വീണ്ടും എടുത്തു മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഈ വിളക്കുകൊളുത്തൽ ബന്ധത്തിൻ്റെ പിന്നണിയിൽ എന്താണുള്ളത്, ഈ പൂജയ്ക്ക് പിന്നിൽ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം സതീശൻ പറയുകയും ഇല്ല.
അത് വിശദീകരിച്ചാൽ ഈ പ്രശ്നമേ തീരും. പിന്നീട് സതീശനും UDF-നും നല്ല മേൽക്കൈ കിട്ടുന്ന രാഷ്ട്രീയ ചർച്ച നടക്കും. എന്നാൽ അത് ചോദിക്കുകയുമില്ല. അങ്ങനെ പറഞ്ഞ് പിണറായിയെയും ഇടതുപക്ഷത്തെയും പൂട്ടാൻ കിട്ടിയ അവസരം ആണ് അദ്ദേഹം തൊലയ്ക്കുന്നത്. അത് പക്ഷേ മൂപ്പര് പറയൂല, ഇത് മിണ്ടൂല. ഇതാണ് സതീശൻ കുരുങ്ങിക്കിടക്കുന്ന സ്ഥലം. ഇനി രണ്ടാമത്തേത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇത്തവണ നേരിട്ട് വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല ഈ പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ. സാധാരണ ഈ സമയത്തൊക്കെ രാഹുൽ ഗാന്ധി കേരളം മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കേണ്ട സമയമാണ്. മൂപ്പര് പക്ഷേ കഴിഞ്ഞ തവണ വന്നു പോയതിൻ്റെ ഒരു ഓർമ്മ മൂപ്പരൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ മൂപ്പര് പ്രചരണത്തിന് വന്നിട്ടില്ല. പകരം ആളെ പറഞ്ഞേക്കെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ഗോദയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ വന്നിട്ട് കേസിയും വീഡിയോയും ഒക്കെ വിളിച്ചു പറഞ്ഞ് എഴുതി കൊടുത്ത് മൂപ്പര് വിളിച്ചു പറഞ്ഞതിന് കിട്ടിയ പ്രതികരണത്തിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് വീഡിയോ കോൾ വഴി മൂപ്പര് പറഞ്ഞു. മൂപ്പര് പോയിട്ട് പറഞ്ഞതും ഇമാതിരി കാര്യങ്ങൾ തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ശബരിമലയാണ്. ശബരിമല കാര്യം മൂപ്പര് ഉന്നയിക്കുമ്പോൾ ഒരു പ്രതിസന്ധി. ശബരിമല കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി വസതിയാണ്. അവിടെ കട്ടവനും കട്ട സ്വർണം ഉരുക്കിയവനും ഈ സ്വർണം വാങ്ങിച്ചവനും എല്ലാവരും കൂടി സമ്മേളിച്ചത് ഒരൊറ്റ പോയിന്റിലാണ്. അത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അത് നമ്മൾ ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ പറയുമ്പം അതിൻ്റെ ഇരട്ടി അമ്പ് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിക്ക് നല്ലത്. എന്തായാലും മൂപ്പര് ഇത് പറഞ്ഞ് കുരുങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി സ്ഥിരമായി പറയുന്ന കാര്യം, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. കുഞ്ഞുങ്ങളെപ്പോലെ എനിക്കത് വേണം അത് വേണം എന്ന് പറഞ്ഞ കാര്യമില്ല. അതുപോലെ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഇത്തവണയും കരഞ്ഞു പറഞ്ഞു. പിണറായിനെ അറസ്റ്റ് ചെയ്യണം എന്ന് മോദിജിയോട് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് മോദി മാമനോട് രാഹുലും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പറഞ്ഞതാണ്. ഡൽഹി PCC പ്രസിഡന്റ് പരാതിയും രാഹുൽ ഗാന്ധിയുടെ ചോദ്യമൊക്കെ കേട്ടിട്ട് ഒടുക്കം മോദിജി ചെയ്തു. രാഹുൽ മോൻ കരയേണ്ട, ഞാൻ അറസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ ആ അറസ്റ്റ് നടന്നു. കെജ്രിവാളിനെ ഒറ്റുകൊടുത്തു രാഹുൽ ഗാന്ധിയും കൂട്ടരും. അതുപോലെ ഇവിടെയും ഒരു ഒറ്റുകൊടുക്കൽ നടക്കുമോ എന്നാണ് അന്വേഷിക്കുന്നത്. KC വേണുഗോപാൽ എഴുതി കൊടുത്തപ്പോൾ മൂപ്പര് വീഡിയോ കോൾ വഴി അത് വായിച്ചു. എന്നിട്ടെന്താ വേണ്ടത് കിട്ടുന്ന ഭൂതകാലം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പിണറായി വിജയൻ ഒരു പ്രാദേശിക നേതാവിൻ്റെ വിവരം പോലും ഇല്ലാത്ത പ്രതിപക്ഷ നേതാവിൻ്റെ വീരഗാഥ വാർത്താ സമ്മേളനത്തിൽ തന്നെ എടുത്തടിച്ചു. ഇവിടെ വന്നിട്ട് അമ്മാതിരി ചീത്തവിളി കേൾക്കേണ്ട ഗതികേട് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് വന്നുവല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. ഇനി അതുമാത്രമല്ല, BJPയുമായി യോജിപ്പിലെത്തിയ ഒരു മരുമകൻ്റെയും അമ്മായിയമ്മയുടെയും അളിയൻ്റെയും ഒക്കെ കഥ പണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥയായി ജനങ്ങൾക്ക് മുന്നിലെത്തിയതാണ്. ആ കഥ വീണ്ടും ആവർത്തിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒപ്പം റോബർട്ട് വദ്രയുടെയും കേസുകൾ ഒതുക്കപ്പെട്ട പോയിന്റ് എവിടെയാണ്? അതൊരു ഇലക്ട്രൽ ബോണ്ട് കഥയാണ്. എന്തായാലും CPMന് നിരന്തരം പറയാനുള്ള ധൈര്യം അവർ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ റോബർട്ട് വദ്ര ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിൽ തന്നെ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അന്ന് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ കഥ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. BJPക്ക് വേണ്ടി DLF എന്നൊരു കമ്പനി, പ്രിയങ്ക ഗാന്ധി കേട്ടിട്ടുണ്ടാവും, ബോണ്ടിലൂടെ DLF രഹസ്യ സംഭാവന BJPക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. 170 കോടി രൂപ. 2000 കോടിയിലേറെ പ്രവർത്തന ലാഭമുള്ള കമ്പനി മറ്റൊരു പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ പങ്കാളി റോബർട്ട് വദ്രയുമായി നടത്തിയ ഭൂമി ഇടപാടിൻ്റെ പേരിൽ BJP വമ്പൻ ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നതാണ് ഈ കമ്പനിക്കെതിരെ. യൂട്യൂബിൽ അടിച്ചാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാം. ആർക്കെതിരായിട്ടുള്ളതാണ്? മരുമകൻ, അളിയൻ എന്നൊക്കെ വിളിക്കുന്ന റോബർട്ട് വദ്രയ്ക്കെതിരായിട്ടുള്ള പ്രസംഗങ്ങൾ. 2008 വദ്രയുടെ കമ്പനിയുമായി നടത്തിയ ഭൂമി ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നായിരുന്നു മുഖ്യ ആരോപണം. വദ്രയെയും DLFനെയും പ്രതികളാക്കി ഹരിയാനയിലെ BJP സർക്കാർ 2018 കേസെടുത്തു. 2019 മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ CBIയും DFL റെയ്ഡൊക്കെ നടത്തി വലിയ ബഹളുണ്ടാക്കി. എന്നാൽ 2019 ഒക്ടോബറിൽ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. എന്താ അത്? ഇലക്ട്രൽ ബോണ്ട് രേഖകൾ പ്രകാരം നമുക്ക് ആ വിവരം കിട്ടും. ആദ്യത്തെ ബോണ്ട് DLF വാങ്ങി. തുടർന്ന് 3 വർഷങ്ങളിൽ DLF BJPക്ക് ബോണ്ടിലൂടെ ഇങ്ങനെ വാങ്ങി രഹസ്യ സംഭാവന നൽകി. അവസാനമായി പണം നൽകിയത് 2022 നവംബറിൽ. അങ്ങനെ ആകെ അവസാനത്തെ പണം നൽകിയതോടെ 170 കോടി രൂപ നൽകപ്പെട്ട് കഴിഞ്ഞു ബോണ്ടിലൂടെ. 2023 ഏപ്രിലാണ് ഇനി. ബോണ്ട് നൽകിയതിന് ശേഷമുള്ള കാലയളവാണ്. അപ്പോഴാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. എന്താ? പഞ്ചാബ് ഹരിയാന കോടതിയിൽ BJPയുടെ സംസ്ഥാന സർക്കാർ 2012 വാദ്ര കേസിൽ ഒരു നിയമന ലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് ഒരു വാദം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതൊക്കെ വെറുതെ ആയിരുന്നു, നമുക്ക് ബോണ്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇതേ തുടർന്ന് തെറ്റായി പ്രതിചേർക്കപ്പെട്ടതായി അവകാശപ്പെട്ട് വാദ്ര രംഗത്ത് വന്നു. BJP സർക്കാർ കാര്യമായി പിന്നീട് ഒരു തരത്തിലും ഇടപെട്ടില്ല. കേസ് ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിമർശനമുണ്ടായി. സർക്കാർ പക്ഷേ പിൻവാങ്ങിയ മട്ടിലേക്ക് പോയി. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തേത്, നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മാരത്തോൺ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് 2022 ജൂണിലാണ്.
4 തവണ രാഹുൽ ഗാന്ധിയെ വിളിപ്പിച്ചു. നമ്മളെ ദേശീയ തലത്തിൽ തന്നെ വലിയ ബഹളം വെച്ചതാണ്, സമരങ്ങൾ നടത്തിയതാണ്. പിണറായി വിജയൻ പോലും പ്രസ്താവന ഇറക്കിയതാണ്, രാഹുൽ ഗാന്ധിനെ കൊടുക്കാൻ പോകുന്നു എന്ന പ്രസ്താവന ഇറക്കിയതാണ്. ഇവിടെ വി ഡി സതീശൻ കാര്യമായി സമരം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് CPM വലിയ ബഹളം വെച്ചതാണ്. എന്നാൽ 2022 ജൂണിൽ നടത്തിയ ആ ചോദ്യം ചെയ്യൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കേസിൽ ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ വാർത്തകൾ പുറത്ത് നാടകീയമായി പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണെന്ന് ഓർക്കണം, 2022 ജൂണിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞു 2022 നവംബറിൽ ആണ് നമ്മൾ നേരത്തെ കണ്ട 170 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് തവണകൾ പൂർത്തീകരിച്ച് 170 കോടി കംപ്ലീറ്റ് ചെയ്താൽ BJPക്ക് കൊടുക്കുന്നത്. ഏത് നമ്മുടെ റോബർട്ട് ഭദ്രയുമായി പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞ് കേസുണ്ടായിരുന്ന ആ കേസും പിൻവലിച്ച ആ അതേ DLFുമായിട്ടുള്ള ബോണ്ട് ഇടപാട്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇതിന് പിന്നെ ശേഷം നടപടിയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം നേരിട്ട് ഉദ്ഘാടനത്തിന് അയച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയോട് KC ആൻഡ് ടീം കാര്യമായ പോയിന്റ് തന്നെ ഇട്ട് കൊടുത്തു. ഖാർഗെ കോഴിക്കോട്ട് വന്ന വമ്പൻ യോഗത്തിന് മുന്നിൽ വമ്പൻ ഗോളുകളും അടിച്ചു. ഒന്ന് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് BJP ബന്ധം, രണ്ടാമത്തേത് മൂപ്പര് സുപ്രധാനമായൊരു പോയിന്റ് പറഞ്ഞു, അത് ബാറുകളുടെ കേരളം ആണ്. BJP കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിൻ്റെ കേരളം മൊത്തം ബാറുകളുടെ കേരളമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ ബാറുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? എന്താണ് ശരിക്കും വസ്തുത? പ്രിയങ്ക് ഖാർഗെ എന്ന തൻ്റെ മകൻ ഭരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മന്ത്രിയായിട്ടുള്ള മകൻ നയിക്കുന്ന സർക്കാരിൻ്റെ കീഴിൽ, അതായത് കർണാടക സർക്കാരിൻ്റെ കീഴിൽ എത്ര മദ്യശാലകളുണ്ട്? ഇന്ന് രാജ്യസഭ CPMൻ്റെ രാജ്യസഭ നേതാവ് കൂടിയായ രാജ്യസഭ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിൻ്റെ കൂടി സഭയിലിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആ കണക്കുകൾ ഇട്ടുവെച്ചു കൊടുത്തു. കേരളത്തിലെ വിദേശ മദ്യ ഔട്ട്ലെറ്റ്സ് 355, ബാർ ഹോട്ടൽസ് 880, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1235. മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹത്തിൻ്റെ മകനും അടക്കി ഭരിക്കുന്ന കർണാടക, പരോക്ഷമായി KC വേണുഗോപാലും കൂടി ഭരിക്കുന്ന കർണാടകയിൽ ഔട്ട്ലെറ്റ്സ് നമ്മുടെ 355 ആണെങ്കിൽ 4009 ഹോട്ടൽസ് ആൻഡ് ബോർഡിങ്സ് എത്രയാണെന്നറിയോ? 3572. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് 3655. അങ്ങനെ 11,236. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് മദ്യശാലകളുള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തെ നോക്കിയാണ് ഖാർഗെ ആക്ഷേപിക്കുന്നത് ഇത് മദ്യശാലകളുടെ നിറഞ്ഞ കേരളമാണ് എന്ന്. 11,236 വിദേശ മദ്യഷാപ്പുകൾക്ക് ആതിഥ്യം നൽകുന്ന, ആതിഥേയത്വം വഹിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ പോയിട്ട് കേരളത്തിലെ മദ്യഷാപ്പുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയണമെങ്കിൽ അസാമാന്യ ഉളുപ്പ് വേണം. ആ പാവപ്പെട്ട വയോധികനായിട്ടുള്ള ഒരു നേതാവിനെ ഈ രൂപത്തിലേക്ക് ചവിട്ടി താഴ്ത്തേണ്ട എന്താവശ്യമാണ് ഈ കോൺഗ്രസ്സുകാർക്കുള്ളത്? ഉണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? ചോദിക്കുക, ഉത്തരം പറ. ചെയ്യാൻ പാടുണ്ടോ? ദയനീയമായി തോന്നല്ലേ? ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയും ഖാർഗെക്ക് ഞങ്ങളെ കാണേണ്ടതല്ലേ? ഈ എണ്ണം ഞാൻ കാണിച്ചു കൊടുക്കില്ലേ? ഹേയ് ഖാർഗെജി, ഇന്ത്യ അലയൻസ് മീറ്റിംഗ് ഞാൻ ഇരിക്കുമ്പോൾ പറയില്ലേ? ഖാർഗെജി, 11,236 വിദേശ മദ്യ ഔട്ട്ലെറ്റ്സ് നിങ്ങളുടെ മകൻ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് നൽകിയിട്ട് അതിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കുറവ് മദ്യഷാപ്പുകളുള്ള സ്ഥലമാണ് കേരളം. ഏറ്റവും കുറവ്. കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും യഥാർത്ഥ ഹൈക്കമാൻഡ് അദ്ദേഹം അല്ല എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. പരിവാർ ഹൈക്കമാൻഡ് കോൺഗ്രസിലുണ്ട്, അത് KC വേണുഗോപാലാണ് നയിക്കുന്നത്. അതായത് സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈക്കമാൻഡ് കോൺഗ്രസിലുണ്ട്, അത് KC വേണുഗോപാലാണ് നയിക്കുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. എല്ലാവർക്കും അറിയാം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിലും യഥാർത്ഥ ഹൈക്കമാൻഡ് അദ്ദേഹമല്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പരിവാർ ഹൈക്കമാൻഡിൻ്റെ അടിത്തറ കേരളത്തിലായതുകൊണ്ട് തന്നെ ആ അടിത്തറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇതുപോലുള്ള ചില കോപ്രായങ്ങൾ പറയേണ്ടി വരുന്നു. അദ്ദേഹത്തോട് സഹതപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഈ വേളയിൽ എനിക്ക് പറ്റില്ല. അങ്ങനെ ആവശ്യമുള്ളത് ഖാർഗെജിക്ക് കിട്ടിയതോടെ ഹൈക്കമാൻഡിന് ആകെപ്പാടെ സന്തോഷമായി. മാത്രമല്ല പരിവാർ ഹൈക്കമാൻഡിന്, ഇവിടെ കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ടുള്ള പരിവാർ ഹൈക്കമാൻഡിനും സന്തോഷമായി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പോടെ രാഹുൽ മുതൽ ഖാർഗെ വരെയുള്ളവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കാൻ KCയും ടീമും ഇമാതിരി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഭരണത്തിലെത്താനുള്ള കുറുക്കുവഴികൾ, പുതിയ ഡീൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ തേടുകയാണ്. അതിന് മാധ്യമ പിന്തുണ ലഭിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങളിതാ അതുവഴി കടന്നു കയറാം എന്നുള്ള ഒരു കുറുക്കുവഴി അപ്ലൈ ചെയ്യുകയാണ്. ശരിക്കും KC
സി ഇത് ഇറക്കിയതാണോ അതോ മോദിജിയുടെയും ഷാജിയുടെയും തന്നെ ഇറക്കുമതിയാണോ ഇമാതിരി ചിന്തകൾ എന്നുള്ള സംശയം നമുക്ക് വരും. ആരുടെ ഏജന്റാണ് ഇവരൊക്കെ എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലും വരും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കുറുക്കു വഴികളില്ല എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും പ്രതിപക്ഷം മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇമാതിരി പരിപാടികളാണ് ഇനിയും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അടിയൊക്കെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിനുള്ള അടിയായി മാറാനെങ്കിലും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഇമാതിരി പരിപാടിയും കൊണ്ട് പോവാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവർ മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.